പ്രതിഭ, എനിക്ക് മനസ്സിലായത്, ഞാനിത് പ്രാഥമികമായി വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്നൊരു രൂപം, പ്രദീപ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നോട്ട് അൺഫോർസീൻ, ഇറ്റ് വാസ് ഫോർസീൻ, മുൻകൂട്ടി കണ്ടത് തന്നെയാണ്. ഈ മുൻകൂട്ടി കണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനെ തലതിരിച്ച് വിട്ടത് ചീഫ് സെക്രട്ടറിയുടെ ഒരു ഉത്തരവിൻ്റെ അല്ലെങ്കിൽ ആ നിലപാടിൻ്റെ ഒരു പ്രശ്നത്തിലാണ്. ഈ ചീഫ് സെക്രട്ടറി നിലപാടെടുത്തതിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥ വസ്തുത ഏതാണോ പരിഗണിക്കേണ്ടത് അതിനെ പരിഗണിക്കാതെ മറ്റൊരു വസ്തുത പരിഗണിച്ചു എന്നൊരു പുലിവാലി പിടിച്ച പരിപാടിയാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയത്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇടപെടണ എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിന് കൃത്യമായി തുരങ്ക നിർമ്മാണത്തിന് എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസ് അതോറിറ്റീസ് നൽകി കഴിഞ്ഞ നിലയ്ക്ക് ഇനി അതിൽ ദുരന്ത നിവാരണ പക്ഷേ ആ തുരങ്ക നിർമ്മാണ അനുമതിയിൽ അത് നിന്നു. തുരങ്ക നിർമ്മാണ സമയത്തുണ്ടാകുന്ന അടുത്ത ദുരന്ത സാധ്യതയിൽ KSDMAക്ക് അവിടെ ഇടപെടണമായിരുന്നു. ആ ഇടപെടൽ നടത്തിയില്ല. അതായത് തുരങ്കം നിർമ്മിച്ച് ഈ സ്റ്റേക്ക് അവിടുന്ന് അല്ലെങ്കിൽ ഈ മണ്ണ് വാരിക്കൊണ്ടുവന്ന് ഒരു സൈഡിലിട്ടാൽ അവിടെ അത് ദുരന്തമുണ്ടാകും എന്ന് പറയാൻ കൃത്യമായ ഒരു അധികാര പരിധി കൃത്യമായും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാന വിഷയം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടറായി രാജീവ് നാരായണസ്വാമി ഇരുന്ന സമയത്ത് ഈ നിയമത്തിൻ്റെ ദുരന്ത നിവാരണ നിയമത്തിൻ്റെയും ആ മജിസ്ട്രേറ്റ് അധികാരത്തിൻ്റെയും പവറാണ് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഹൈവേയിൽ നിറയെ കുഴിയായിരുന്നു തൃശ്ശൂർ. ഒരുപാട് കുഴികളുണ്ടായി, അപകടം സ്ഥിരം റിപ്പോർട്ടുകളായി. അങ്ങനെ വന്നപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചു, അത് കൃത്യമായി ചെയ്യുന്നില്ല. ഡിസ്ട്രിക്ട് കളക്ടർ മജിസ്ട്രേറ്റ് അധികാരം ഉപയോഗിച്ച് PWD കൊണ്ട് ദേശീയപാത പുനർനിർമ്മാണത്തിനുള്ള നിർദ്ദേശം നൽകി. അതങ്ങ് ക്ലിയറായി. അടുത്തത്, ആ മഹാപ്രളയം ഉണ്ടായി കൊച്ചിയിലെ ബൈ ഇലക്ഷൻ്റെ സമയത്ത് കൊച്ചിയിൽ വെള്ളം കയറിയ വലിയ പ്രശ്നമുണ്ടായി. സ്ഥാനാർത്ഥിയെ തല്ലാനൊക്കെ ചെന്നു. TJ വിനോദിനെ തല്ലാൻ ചെല്ലുകയൊക്കെ ചെയ്തു. ആ വിഷയം ഉണ്ടായി. അന്ന് വൈകുന്നേരം വീണ്ടും മജിസ്ട്രേറ്റിൽ ഓർഡർ ഇറക്കിയാണ് ആ കോർപ്പറേഷൻ്റെ അധികാരപരിധിയിലുള്ള ആക്ടിവിറ്റി നേരിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ ഏറ്റെടുത്തത്. അത്തരത്തിൽ ജില്ലാ കളക്ടർ, ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നൊക്കെയുള്ള രീതിയിൽ കൃത്യമായി ജില്ലാ കളക്ടർക്ക് അത് നിസ്സീമമായ അധികാരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമത്തിനും വലിയ അധികാരങ്ങളുണ്ട്. ഈ അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിന് മണ്ണ് കൊണ്ട് നിറയ്ക്കുമ്പോൾ അതൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഈ ഫോർസീൻ എന്ന് പറയുന്നത്. ഈ അപകടത്തിലേക്ക് പോകുന്ന ഈ കാര്യം കണ്ട് അടിയന്തരമായി അത് നിർത്തിവെപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവിടണമെന്ന് നിർദ്ദേശം നൽകാൻ വളരെ സിമ്പിളായി പറ്റുമായിരുന്നു. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, യു വിൽ ഗെറ്റ് ദ മെസ്സേജ് ലേറ്റർ, ഉടനെ തന്നെ ഓർഡർ അടിച്ചോളൂ, ഓർഡർ ഇറക്കിക്കോളൂ. അന്ന് നിൽക്കുമായിരുന്നു ഈ പണി, മണ്ണ് മാറ്റേണ്ടി വരുമായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി. ആ വീഴ്ച വരുത്തി നേരത്തെ പറഞ്ഞത് വിഷയം തന്നെയാണ്. ഈ ജയതിലക് എന്ന് പറയുന്ന വ്യക്തിയുടെ, എനിക്ക് അദ്ദേഹത്തെ ചില നേരത്തെ സംശയം തോന്നുന്നുണ്ട്. അദ്ദേഹം ഒരു അറിവില്ലാത്ത ആളാണെന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഹൈ ക്വാളിഫൈഡ് ആയ ഒരു ഡോക്ടറാണ്. MD DM ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. MS DM ആണ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രിയുള്ള ഒരു ഡോക്ടറാണ്. 35 വർഷത്തോളം സർവീസുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അയാൾക്ക് അറിവില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ വയനാട് മരമുറി കേസിലെ ഒരു വിവാദ ഉത്തരവ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ ഒരു ഉത്തരവുകളിൽ മായാജാലം കാണിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അതായത് ഈ തേർഡ് ഓർഡർ കറപ്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ഇതിലും അത്തരത്തിലുള്ള, അതായത് ഈ എനിക്ക് സംശയം തോന്നുന്നത്, നേരിട്ട് തന്നെ സംശയം തോന്നുന്നത്, ഈ കോൺട്രാക്ടർമാർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റാക്ക് ചെയ്ത മണ്ണ് കൃത്യമായി ഇന്ന സ്ഥലത്ത്, അതായത് മണ്ണ് ഏത് കൺസ്ട്രക്ഷനിലും കൺസ്ട്രക്ഷൻ ഡെബ്രി ഉണ്ട്. ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ തറയ്ക്ക് മണ്ണെടുക്കുമ്പോഴും ആ മണ്ണ് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന മണ്ണ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വകുപ്പുണ്ട്. ചെറിയ വീട് പണിയുമ്പോഴും ഇത്ര വലിയ നിർമ്മാണം നടത്തുമ്പോഴും ഈ കണ്ടമാനം ഡെബ്രി ഉണ്ടാവും. ഇത് മാനേജ് ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രോട്ടോക്കോളാണ്. അത് ഇത്രയും മണ്ണ് എവിടെ കൊണ്ടിടും എന്നറിയാതെ ഇപ്പോൾ പ്രൊജക്റ്റ് വർക്ക് തുടങ്ങാൻ പറ്റില്ല. പക്ഷേ അതിലൊക്കെയാണ് ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത്. ഇതൊരു കരുതി കൂട്ടിയൊരു വീഴ്ച ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് തന്നെയാണ് ഈ ഫോർസീൻ എന്ന് പറയുന്നത്. അതായത് മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കാതിരുന്ന് ദുരന്തത്തിൽ കലാശിച്ച സംഭവം എന്ന് പറയുന്നത്.